السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കരുത്തുറ്റ യുവാക്കളെ, വളരെ മഹത്തായ അനുഗ്രഹീതമായ ഒരു ധന്യമായ സംഗമത്തിലാണ് ഈ സായം സന്ധ്യയിൽ നാം പങ്കെടുത്തിരിക്കുന്നത്. ഞാനിവിടെ പ്രാർത്ഥനയോടുകൂടെ ഓർക്കുന്ന ഒരു കാര്യം, ഇന്ന് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഒട്ടേറെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ശബ്ദമുഖരിതമായ അന്തരീക്ഷം, പൊട്ടിച്ചിരികളും തമാശകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളുമെല്ലാം സജീവമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു പറ്റം യുവാക്കൾ മനുഷ്യ സമൂഹത്തിന് മാർഗദർശനമായി ദൈവികമായി ലഭിച്ച വിശുദ്ധ ഖുർആൻ്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഇവിടെ സംഗമിച്ചിരിക്കുന്നു. ഒരു കൂട്ടം യുവാക്കൾ മാതൃകാപരമായി വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടി ആവേശപൂർവം ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഖുർആനിൻ്റെ ജീവിക്കുന്ന ദർശനം എന്നുള്ള നിലക്ക് പ്രവാചകന്റെ ചര്യയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പോലും അതിനുവേണ്ടി തയ്യാറാവുകയും ആ പ്രബോധന രംഗത്ത് ആത്മാർത്ഥമായി മനുഷ്യ സമൂഹത്തിൻ്റെ സംസ്കരണത്തിന് വേണ്ടി, അവരുടെ ധാർമ്മികമായ തിരിച്ചുവരവിന് വേണ്ടി ശക്തമായി ആഹ്വാനം ചെയ്യുന്ന ഒരു പറ്റം യുവാക്കളെ ഈ രംഗത്ത് നാം കാണുമ്പോൾ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക, അവരെ ഏറ്റവും ശക്തമായി പിന്തുണച്ചുകൊണ്ട് ഈ സമൂഹം അവരെ പിന്നിൽ അണിനിരക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നാം ഭാഗ്യവാന്മാരാണ്. മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്ത് എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം വികൃതമായ വിശ്വാസങ്ങൾ, എന്തെല്ലാം നമുക്ക് ഓർക്കാൻ പോലും വയ്യാത്ത ആചാരങ്ങൾ മതത്തിൻ്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പേരിൽ എന്തെല്ലാം വരുമാന മാർഗങ്ങളാക്കി തിരിച്ച പുരോഹിത വർഗം അതിനെ ചൂഷണം ചെയ്യുന്നു. മതരംഗം ഏറ്റവും അധികം വരുമാനമുണ്ടാക്കുന്ന, സാമ്പത്തികമായ വരുമാനമുണ്ടാക്കുന്ന വേദികളായി മാറിയിരിക്കുകയാണ്. എല്ലാ അന്ധവിശ്വാസങ്ങളും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കപ്പെടുന്ന രംഗമായി മതരംഗം അധപ്പതിച്ചിരിക്കുകയാണ്. ഇന്ന് എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ മതരംഗത്തെത്തുമ്പോൾ ആ ചോദ്യം ചെയ്യൽ അവസാനിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, റബ്ബേ നീ എങ്ങനെയാണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് എന്താണത് എന്ന് മനസ്സിലാക്കാനുള്ള താല്പര്യപൂർവ്വം അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ച് ചോദ്യം ചെയ്യൽ ചരിത്രത്തിൽ നാം കാണുന്നു. തൻ്റെ വിശ്വാസത്തിന് ആശ്വാസകരമായ, സംതൃപ്തമായ ന്യായീകരണം ആദ്യമായി ആർജിക്കേണ്ടത് ഞാൻ തന്നെയാണ്, എന്നിട്ടേ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ അവകാശമുള്ളൂ എന്ന് ജനങ്ങളെ പഠിപ്പിച്ച മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് മതരംഗത്താണ് ആ ചോദ്യം.
എന്തിനെ ഞാൻ ആരാധിക്കണം, എന്ത് ഞാൻ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് മതപരമായി ന്യായീകരണങ്ങൾ അതിന് ലഭിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പിതാക്കളും പൂർവ്വപിതാക്കളും ഇങ്ങനെ വിശ്വസിച്ചു എന്നത് തെളിവല്ല, ഇങ്ങനെ ആചരിച്ചു പോന്നു എന്നുള്ളത് തെളിവല്ല, അതിനെ അന്ധമായി അനുകരിക്കാൻ എന്നെ കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള വിശ്വാസ രംഗത്തുള്ള ഓരോ ഇലാഹുകളെയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അവയൊന്നും എൻ്റെ ഇലാഹുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ ഖാലിഖിനെ, സൃഷ്ടാവിനെ ഇലാഹായി പ്രഖ്യാപിക്കുകയും അവന്റെ ഗുണഗണങ്ങൾ സമൂഹത്തെ ധരിപ്പിക്കുകയും ചെയ്യുന്ന ഇബ്രാഹിം നബിയുടെ ചിത്രം നാം ഇതിൽ കാണേണ്ടതാണ്. ഈ പ്രവാചകന്മാർ അഖിലവും പിന്നീട് വന്നതും അവരുടെ ദഅവത്തും എല്ലാം ഈ സമൂഹത്തിൽ നാം വിശ്വസിച്ചു പോരുന്ന വിശ്വാസങ്ങൾക്ക് ബുദ്ധിപരമായ അതിന് ആശ്വാസം അവരുടെ മനസ്സുകൾക്ക് ലഭിക്കുന്നതിനുള്ള വിശദീകരണമാണ്. അത് വഹയിലൂടെയാണ് ലഭിച്ചത്. അതേപ്രകാരം മതം എന്നുള്ള നിലക്ക് ആചരിക്കപ്പെടുന്നതിന് ദൈവീകമായ അംഗീകാരം ലഭിക്കണം. അത് പ്രവാചകനിലൂടെയാണ് ലഭിക്കേണ്ടത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന് സമൂഹത്തിന്റെ മുന്നിൽ വളരെ ശക്തമായി അവതരിപ്പിച്ച ഒരു പ്രമേയം, ഒരു മുദ്രാവാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധനത്തിന്റെ അടിസ്ഥാനപരമായ വീക്ഷണം, അതാണ് കാഴ്ചപ്പാട്, അതാണ്. ഈ രംഗത്ത് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ സ്വന്തം പിതാവിനെ അടക്കം രക്തബന്ധത്തെ അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന തലമുറയാണ് ഇന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഉലൈകൽ അൻആമി ബൽഹും അളല് എന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും നാം ഓർത്തുപോയി, മൃഗത്തേക്കാൾ അധപ്പതിക്കുന്ന മനുഷ്യനുണ്ടാകുമോ? ഇന്ന് മൃഗത്തേക്കാൾ അധപ്പതിച്ച മനുഷ്യരൂപങ്ങൾ, മനുഷ്യകോലങ്ങൾ ഇവിടുത്തെ ദിനേനയുള്ള പത്രവാർത്തകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരു മൃഗം പോലും ആ അധപ്പതന അത്ര അധപ്പതിക്കുകയില്ല. അതിനേക്കാൾ അധപ്പതിച്ച സ്വന്തം മാതാവിനെ, സ്വന്തം മകളെ എല്ലാം ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു തലമുറ, ക്രൂരമായി ഏതാനും തുട്ടുകൾക്ക് വേണ്ടി മനുഷ്യനെ കൊത്തിയെറുക്കുന്ന ഒരു വിഭാഗം ആളുകൾ, മനുഷ്യന്റെ ഓരോ കൈകാലുകൾക്കും വില നിശ്ചയിച്ചുകൊണ്ട് അത് ഏറ്റെടുത്ത് നടപ്പിൽ വരുത്താൻ പോകുന്ന യുവാക്കൾ, എത്ര ഇവരുടെ വളരെയധികം വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന മനുഷ്യ സമൂഹം അന്തം വിട്ടു നിൽക്കുന്ന അവസ്ഥയിൽ ഉലൈകൽ അൻആമി ബൽഹും അളല്, ഈ മൂല്യങ്ങളിൽ നിന്ന്, ഈ വിശ്വാസത്തിൽ നിന്ന്, പരലോക ചിന്തയിൽ നിന്ന്, ഇത് വിലയിരുത്തപ്പെടുന്ന ഒരു ദിവസത്തിൽ നിന്ന്, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തിൽ നിന്ന് എല്ലാം മാറി മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഈ ഒരവസ്ഥയാണ് സമൂഹത്തിനുണ്ടാകുന്നത്. ആരും ഇതിനെ പഠിക്കാൻ, ചോദിക്കാൻ തയ്യാറില്ല, അത് മനസ്സിലാക്കാൻ തയ്യാറില്ല. ഭൗതികമായ ചോദ്യം ചെയ്യലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബ ബന്ധം ചോദ്യം ചെയ്യപ്പെടുന്നു, ഇവിടെയുള്ള എല്ലാ മൂല്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്നു. എന്റെ മതരംഗത്തുള്ള വിശ്വാസം ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്, എന്റെ മതരംഗത്തുള്ള ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്, എന്റെ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്, എന്നും അന്ധമായി ഓരോരുത്തർക്കും ലഭിച്ച, അവന്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച, പരമ്പരാഗതമായി ലഭിച്ച, അനന്തരമായി ലഭിച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മതത്തെ ഇങ്ങനെ തന്നെ സംസ്കരിച്ച് നിലനിർത്താനാണോ സമൂഹം തയ്യാറാകുന്നത്? എങ്കിൽ അതിനെതിരെയുള്ള ശക്തമായ വെല്ലുവിളിയുമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിലുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു മനുഷ്യൻ മതമായി അവൻ വിശ്വസിക്കുന്ന, അടിസ്ഥാനപരമായി അവൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ അഖിലവും പാരമ്പര്യമായി അവന് ലഭിച്ചിടത്ത് നിൽക്കരുത്. ഏതാണ് സത്യം എന്നൊരു അന്വേഷിയായി അവൻ നിൽക്കണം. അന്വേഷണത്തിലൂടെ സത്യത്തെ അവൻ കണ്ടെത്തണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. നിങ്ങൾ മറ്റുള്ളതിനെ അന്ധമായി വിശ്വസിക്കുന്നത് പോലെ ലോകത്തുള്ള ബഹു ദൈവങ്ങളെ, ഒട്ടധികം ആരാധ്യരെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിനെയും വിശ്വസിക്കണം എന്ന് ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ എന്തുകൊണ്ട് വിശ്വസിക്കണം, എന്തുകൊണ്ട്, എന്തിനു വിശ്വസിക്കണം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒരു സമുദായത്തിന്റെ ദൈവത്തിന്റെ പേരല്ല അള്ളാഹു എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടാവ്, യഥാർത്ഥമായി ആരാധിക്കപ്പെടുന്ന ആരാധ്യൻ എന്നതാണ് അള്ളാഹ് എന്ന അറബി പദത്തിന്റെ അർത്ഥം. അതാണ് അത് വിവിധ ഭാഷകളിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ദൈവികമായി നിശ്ചയിക്കപ്പെട്ട ഒരു പ്രയോഗമാണത്.
അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കുലദൈവമല്ല, ഒരു പ്രത്യേക വർഗത്തിൻ്റെ ദൈവമല്ല, ഒരു സമുദായത്തിൻ്റെ ദൈവമല്ല. നേരെ മറിച്ച് എന്താണ് ആ ദൈവം? എന്താണ് അല്ലാഹു? മനുഷ്യനെ സൃഷ്ടിച്ച ഒന്നാമത്തെ വിശേഷണം അതാണ്. ഖാലിഖാണവൻ, സൃഷ്ടാവാണ്. ലോകത്തുള്ള മുഴുവൻ ജീവികളും സൃഷ്ടികളാണ്. അതുകൊണ്ട് സൃഷ്ടാവായ ഏകൻ, ആ സൃഷ്ടികൾക്ക് ആരാധനയർപ്പിക്കാൻ സൃഷ്ടാവിന് മാത്രമേ അർഹതയുള്ളൂ എന്ന് അതിൻ്റെ പഠനം തുടങ്ങുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്നും എന്തെല്ലാം ഇവിടെ ഉണ്ട്, അതിനെക്കുറിച്ച് മനുഷ്യന്റെ ഏറ്റവും ശക്തമായ മറ്റു ജീവികൾക്കില്ലാത്ത വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് ആ ഏക ദൈവത്തെ കണ്ടെത്തുകയും അവനനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യണം എന്നതാണ് ഈ പ്രസ്ഥാനം സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നത്. എല്ലാവരോടുമുള്ള വീക്ഷണം ഒന്ന് തന്നെയാണ്. എല്ലാവരും ഇതാന്തമായി ഇവിടെ നേരത്തെ വിവരിച്ച് നിങ്ങൾ കണ്ടു. ഒരു മുസ്ലിം കുടുംബത്തിൽ ചെന്ന് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാ, എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഒരായത്തിന്റെ പോലും അർത്ഥം അറിയാൻ അവർക്ക് പറ്റുകയില്ല. എങ്ങനെ അതവർക്ക് മാർഗദർശനമാകും? എങ്ങനെ അവർക്ക് അത് ഹുദയാകും? എങ്ങനെ അവർക്ക് അവരുടെ മനസ്സിന് സമാധാനം നൽകും? അതുകൊണ്ട് ഖുർആനെ പഠിക്കുക. നിങ്ങൾ പ്രമാണങ്ങളിൽ പ്രഥമമായ വിശുദ്ധ ഖുർആനെ പഠിക്കുക. അതാണ് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞത്. യുവാക്കൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഖുർആനും ഹദീസും പഠിക്കണം. അത് പഠിക്കുന്ന ക്ലാസുകൾ ഉണ്ടാകണം, അത് പഠിപ്പിക്കുന്ന വേദികൾ ഉണ്ടാകണം. എങ്കിലേ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. മറ്റ് അന്ധമായ അനുകരണത്തിലൂടെ സ്വീകരിക്കപ്പെടുന്നതല്ല മതദർശനങ്ങളും അതിൻ്റെ ആചാരങ്ങളുമെന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കണം. ഈ രംഗത്താണ് നമ്മുടെ മുൻഗാമികൾ ഏറ്റവും ശക്തമായ ദഅവത്ത് നിർവഹിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ പ്രസ്ഥാനം. ഇവിടെ ആരും വ്യക്തിയെ നോക്കിയിട്ടില്ല. ഈ പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തിക്ക് ഒരിക്കലും വലുതാവാൻ സാധ്യമല്ല. ആദർശമാണ് വലുത്. ആ ആദർശത്തിന്റെ പേരിലല്ലാതെ ഈ പ്രസ്ഥാനം അറിയപ്പെടുകയില്ല. അതിനേക്കാൾ വലിയ ആദർശത്തെക്കാൾ വലിയ സംഘടനയേക്കാൾ വലിയ പ്രബോധനത്തിനേക്കാൾ വലിയ ഒരു വ്യക്തിത്വവും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. ഇത് മനസ്സിലാക്കി രംഗത്ത് വന്ന ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാരുടെ കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. എല്ലാറ്റിനെയും മനുഷ്യന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ചോദ്യം ചെയ്ത് അതിൽ ആശ്വാസകരമായ മറുപടി ലഭിച്ച് അതിൻ്റെ പ്രബോധകനായി മാറുക. ജീവിതം മുഴുവൻ അവസാന ശ്വാസം വരെ പ്രബോധകനായി അതിൽ സഹകരിച്ചു കൊണ്ട് നിൽക്കുക. മുജാഹിദ് പ്രസ്ഥാനം അതിലപ്പുറം ഒന്നും ഈ സമൂഹത്തിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. അത്ര ശക്തമായൊരു കൂട്ടായ്മയാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം? ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ, ഇതിനെ നയിക്കുന്ന ആളുകൾ, ഇതിൻ്റെ പേരിൽ 10,000 അഭിസംബോധന ചെയ്ത ആളുകൾ ഈ യഥാർത്ഥമായി ഇതിൻ്റെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒന്ന് ശബ്ദിച്ചാൽ മാറി നിൽക്കാൻ പറഞ്ഞ ഈ പ്രസ്ഥാനം ഒരിക്കലും ഈ പ്രസ്ഥാനം അതിനുള്ളതല്ല. തൗഹീദ് വിട്ടുവീഴ്ചയില്ലാതെ മുൻഗാമികൾ ദഅവത്ത് നടത്തിയതുപോലെ ഈ സമൂഹത്തിൽ ദഅവത്ത് നടത്താൻ ബാധ്യതപ്പെട്ടവരാണ് നാം. അവർക്ക് ഈ സംഘടനയിൽ ഈ കൂട്ടായ്മയിൽ സ്ഥാനമുള്ളൂ എന്ന് എക്കാലവും സമൂഹത്തെ പഠിപ്പിച്ച പ്രസ്ഥാനമാണിത്. ഇത്ര ധൈര്യം കാണിച്ചൊരു പ്രസ്ഥാനം ഏതാണ്? ഇവിടെ വ്യക്തികളുടെ അതിൻ്റെ സംഖ്യ, അതിൻ്റെ അംഗസംഖ്യ, അതിൻ്റെ യൂണിറ്റുകളുടെ എണ്ണം ഒരിക്കലും അഹന്തയോടുകൂടെ സമൂഹത്തിന് മുന്നിൽ പറയാറില്ല. ഉള്ളതിൻ്റെ 10-1 സമൂഹത്തിന്റെ മുന്നിൽ അറിയാറില്ല. അത്ര ശക്തമായ ദഅവത്ത് നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനം, അതിലെ ചെറുപ്പക്കാർ ഏറ്റെടുത്ത വിഷയം ഏതാണ്? യുവാക്കൾ ഇന്ന് ഏറ്റെടുത്ത വിഷയങ്ങൾ എന്താണ്? മദ്യപാനത്തിൻ്റെയും അതുപോലെ ലൈംഗികമായ അരാജകത്വത്തിൻ്റെയും ഇവിടെയുള്ള എല്ലാ ധാർമ്മിക പ്രവർത്തനങ്ങളുടെയും കൂട്ടായ്മകളിലൂടെ ക്രിമിനലുകളായി മാറിയ ഒരു യുവ സമൂഹത്തിൽ വളരെ സമാധാനപരമായി ദൈവചിന്തയിലേക്കും ധാർമ്മിക ബോധത്തിലേക്കും പരലോക ചിന്തയിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്ന യുവാക്കൾ എത്ര മാതൃകാപരമായ ഒരു കൂട്ടായ്മയാണ് അവർ പങ്കാളികളായിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓർക്കുക. ആ യുവാക്കൾ നേർക്ക് നേരെ രോഗം മനസ്സിലാക്കി ഇതിൻ്റെ നേതൃത്വം യുവാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുക, നിങ്ങൾ പ്രവാചകന്റെ ചര്യ പഠിപ്പിക്കുക. പണ്ഡിതന്മാർക്ക് പോലും അറിയാത്ത
ഏതെല്ലാമാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പോലും അറിയാത്ത, പാഠപദ്ധതിയിൽ ഒരു ഹദീസ് ഗ്രന്ഥത്തിന് പോലും സ്ഥാനമില്ലാതിരുന്ന അരനൂറ്റാണ്ട് മുമ്പുള്ള ദർസിലെ പാഠപദ്ധതികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവയുള്ള സമ്പ്രദായങ്ങൾ നോക്കുക. ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിന് അവിടെ സ്ഥാനമുണ്ടായിരുന്നുവോ? ഏതെങ്കിലും സലഫികളുടെ അഭിപ്രായങ്ങൾ, അത് ഖുർആന്റെ വ്യാഖ്യാനം, പ്രവാചകന്റെ ചര്യ വിശദീകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആ നിലക്കുള്ള പഠന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നുവോ? അതെല്ലാം വിസ്മരിച്ച് പൗരോഹിത്യം അടക്കി വാണിരുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് ഈ ശക്തമായി ഈ വെള്ളിരേഖ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വരുന്നത്. അത് പ്രവാചകൻ എങ്ങനെ ദീനിനെ ജനങ്ങളെ പഠിപ്പിച്ചോ ആ ബാധ്യത ഏൽപ്പിച്ചു തന്നുകൊണ്ട്, അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവാചകൻ ഏൽപ്പിച്ച ആ ബാധ്യത തലമുറകളിലൂടെ അത് ഏറ്റെടുത്ത് ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ട് കാര്യം നിങ്ങളെ ഏൽപ്പിച്ച് ഞാൻ പോകുന്നു, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മാർഗഭ്രംശം നിങ്ങൾക്ക് വഴിതെറ്റിപ്പോവുകയില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ ആ ഉത്തമമായ രണ്ട് കാര്യങ്ങൾ QHLS എന്ന് പറയുമ്പോൾ ഖുർആനും ഹദീസുമാണ്. പ്രവാചകൻ പറഞ്ഞത് തറക്കഫീക്കും അംറൈനി എന്ന് പറഞ്ഞത് ആ രണ്ട് കാര്യങ്ങളാണ്. കിതാബുല്ലാഹി വസുന്നത്ത് റസൂലിഹി, അല്ലാഹുവിന്റെ കിതാബായ ഖുർആൻ, പ്രവാചക ചര്യയായ ഹദീസ്. ഇത് രണ്ടുമാണ് സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. അത് ഉൾക്കൊണ്ടാൽ ലം തദല്ലു മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് വഴിതെറ്റുകയില്ല. ആ മാർഗദർശനമാണ് ഈ കുട്ടികൾ, ഈ യുവാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. ആ രംഗത്തേക്കാണ് അവർക്ക് നേതാക്കൾ, നേതൃത്വം അവർക്ക് വഴി കാണിച്ചു കൊടുത്തത്. ഇങ്ങനെ മാതൃകാപരമായ ഒരു പ്രസ്ഥാനം. അതിൽ ഏത് കാലഘട്ടത്തിൽ വെല്ലുവിളികൾ വരുന്നുവോ, വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുവോ, ചട്ടക്കുടഞ്ഞെഴുന്നേറ്റ് ആരാണിത് പറയുന്നതെന്ന് നോക്കാതെ സമൂഹത്തിന്റെ മുന്നിൽ സത്യം തുറന്നു പറയുന്ന ഒരു മാർഗം സ്വീകരിച്ച പ്രസ്ഥാനം ഇത് മാത്രമാണ്. നാം അതുകൊണ്ട് ഭാഗ്യവാന്മാരാണ്. സഹോദരന്മാരെ, എന്തെല്ലാം ബഹളങ്ങൾ ഇവിടെ നടക്കുന്നു, എന്തെല്ലാം വിഭാഗങ്ങൾ നടക്കുന്നു, എന്തെല്ലാം ഗ്രൂപ്പുകൾ. തൗഹീദിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ചേരുക. അല്ലാഹു ഇഷ്ടപ്പെടുന്ന അതാണ്. സുന്നത്തിന്റെ ഗ്രൂപ്പിൽ അതിൽ നിങ്ങൾ ഉൾക്കൊള്ളുക. എന്തൊരു വിശ്വാസവും എന്തൊരു ആചാരവുമാണ് നാം വെച്ച് പുലർത്തുന്നത്, അതിന് ഇത് രണ്ടിൻ്റെയും അംഗീകാരമുണ്ടോ എന്ന് ചോദിച്ചറിയുക. ഒരിക്കലും നിങ്ങൾ ആ രംഗത്ത് വികാരജീവിയാകേണ്ടതില്ല. നിങ്ങൾ ചോദിച്ചറിയുക, നിങ്ങൾ അന്വേഷിക്കുക. തൃപ്തികരമായ മറുപടി ലഭിക്കുന്നത് വരെ അന്വേഷകരായി മാറുക. അതിന് ഖുർആനും സുന്നത്തും പഠിക്കുക. ഇതിനെ ഇവിടെ പരിവർത്തനമുണ്ടാക്കാൻ സാധിക്കൂ. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇത്ര പവിത്രമായ ഒരു കർമ്മം, ഒരു ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനയിൽ ഒരു വിധത്തിലും ഭിന്നിപ്പും ഒരു വിധത്തിലും സ്വാർത്ഥ താല്പര്യങ്ങളും കടന്നു വരാൻ അനുവദിക്കാത്ത വിധം ഭദ്രമായ ഒരു ദൈവത്തിന്റെ കോട്ടയായി നിൽക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ സഹായിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിച്ച് നിങ്ങൾ നിൽക്കുക. അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഈ ദഅവത്ത് നിർവഹിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.